1991 വരെ രാജ്യത്തെ മൊത്തം മൂലധന നിക്ഷേപത്തിന്റെ 41% പൊതുമേഖലയിലായിരുന്നു. സ്വകാര്യ മേഖലയുടേത് 19% മാത്രമായിരുന്നു. ഇപ്പോ 41 നിന്ന് 23% പൊതുമേഖലയുടെ പങ്ക് കുറഞ്ഞു. സർക്കാരിന്റെ ആകെ സമ്പാദ്യത്തിൽ പൊതുമേഖലയുടെ പങ്ക് 1991 മുമ്പ് 26%. 26 നിന്ന് ഇപ്പോഴത് 7% കുറഞ്ഞു. എന്നാൽ ഇങ്ങനെ കുറവുണ്ടായിട്ടും മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ പൊതുമേഖലയുടെ പങ്ക് വർദ്ധിക്കാനുണ്ടായി. അത് പൊതുമേഖലയുടെ കാര്യക്ഷമതയുടെ തെളിവായി തന്നെയാണ് കാണേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്താൽ ഡിവിഡൻഡ് ഇനത്തിന് 65,000 കോടി രൂപയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന് സംഭാവന ചെയ്തത്. ഓഹരി വിറ്റഴികള് തുടങ്ങിയപ്പോൾ ഈ വിധത്തിൽ പൊതുമേഖല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ഇതിനെ എതിർക്കുന്നവര് അറിയാനിട്ടല്ല, അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പൊതുമേഖലക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ അസമത്വം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് തൊഴിലുകൾ ലഭ്യമാക്കുക, വരുമാനം ഉറപ്പാക്കുക, അതിലൂടെയാണ് അസമത്വം ഇല്ലാതാക്കാനാവുക. ആ ഒരു ധാരണയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരുന്നത്. പക്ഷേ അസമത്വങ്ങൾ പെരുകി വരികയായി. ഇന്ത്യൻ സമ്പത്തിന്റെ 40%-ലധികവും ഇന്ത്യയിലെ അതിസമ്പന്നരായ 1% കയ്യിലാണെന്നാണ് ഓക്സ്ഫോം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2024 ഇന്ത്യയുടെ GDP $4 ട്രില്യൺ കടന്നതായിട്ടാണ് കണക്ക്. 140 കോടി ജനസംഖ്യ രാജ്യത്ത്. പ്രതിശീർഷ വരുമാനം $2,800 ഈ കണക്കനുസരിച്ച്. പക്ഷേ ഈ കണക്കില് ഒരു ചെറിയ വകഭേദം വരുത്തിയാൽ, അതായത് രാജ്യത്തെ ഏറ്റവും ധനികരായ 5% സമ്പത്ത് $2.5 ട്രില്യൺ ആണ്. ആ 5% സമ്പത്ത് ഇന്ത്യയുടെ മൊത്തം GDP-യിൽ നിന്ന് കുറക്കുക. അങ്ങനെ കുറച്ചാൽ നമ്മുടെ ആളോഹരി വരുമാനം നേരത്തെ പറഞ്ഞ $2,800 അല്ല, $1,130. ഈ കണക്ക് കാണിക്കുന്നത് പല സബ് സഹറാൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആളോഹരി വരുമാനവുമായി താരതമ്യപ്പെടുത്തിയാൽ പോലും നമ്മുടേത് പുറകിലാണ് എന്നതാണ്. അപ്പോ അസമത്വം നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. പൊതുമേഖലയുടെ തകർച്ച ഇതില് സാരമായ പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുമേഖലയിലെ മൂലധന നിക്ഷേപത്തിന്റെ കുറവ് അത് രാജ്യമാകെ അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഭാഗമായി എന്താ സംഭവിക്കുന്നത്? തൊഴിലില്ലായ്മ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ രൂക്ഷമാവുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുക കൂടി ചെയ്യുന്നു.
അതോടെ വിലക്കയറ്റവും അസാധാരണമായ വിധം ഉയരുന്നുവെന്നാണ് കാണാൻ കഴിയുക. ഇതെല്ലാം രാജ്യത്താകെ അസമത്വം വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. പ്രതിശീർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം നൽകിയാണ് ഇപ്പോ അധികാരത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിലേറിയത്. പക്ഷേ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ്. അപ്പൊ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് വ്യക്തമായി കഴിയും. നമ്മുടെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകളും ഈ തന്നെയാണ് വ്യക്തമാക്കുന്നത്. സെക്കൻഡറിയോ അതിൽ കൂടുതലോ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലില്ലായ്മ 65.7% വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് മുൻപെന്തായാലും നമ്മൾ നോക്കണം. 2000 35.2%. ഇപ്പൊ 2000 35.2% ഇപ്പോ 65.7% വർദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ തൊഴിലില്ലായ്മയെ മുൻനിർത്തിക്കൊണ്ട് ILO, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇവ 2 കൂട്ടരും ചേർന്ന് തയ്യാറാക്കിയ 2024 റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരമുള്ളത്. രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ 83% യുവജനങ്ങളാണ്. അതാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് 9%-ഓളമാണ് എന്ന്. 2016 ശേഷമുള്ള ഏറ്റവും കൂടിയ നിരക്കാണ് ഇത് എന്ന് CMI, സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി, വിലയിരുത്തുകയാണ്. ഏതാനും വർഷത്തിനിടെ 90 ലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെട്ടതായാണ് അസീം പ്രേംജി സർവകലാശാലയുടെ ഒരു പഠനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 25 വയസ്സിൽ താഴെയുള്ള ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ 42%-ആണെന്നാണ് ഈ സർവകലാശാലയുടെ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ 2023 റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെല്ലാം മറ്റ് സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളാണ്, വിശ്വസനീയമായ കണക്കുകളാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ശരിയായ കണക്ക് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കട്ടെ. അവരത് മറച്ചു വെക്കുകയാണ്. ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല. സ്ഥിതിവിവര മന്ത്രാലയം നഗരപ്രദേശങ്ങളിലെ ലേബർ ഫോഴ്സ് സർവേ നേരത്തെ എല്ലാ മാസവും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. സ്ഥിര വരുമാനം, തൊഴിൽ സുരക്ഷ യുവജനങ്ങള് ആഗ്രഹിക്കുന്നുണ്ട്. അവര് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സർക്കാർ സർവീസിലെ ജോലിയാണ്. കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി, വിവിധ കേന്ദ്ര സർക്കാർ തസ്തികകളിലായി 9.79 ലക്ഷം ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ടെന്നാണ്. ഇപ്പൊ 10 ലക്ഷത്തോളം തൊഴിൽ നികത്താതെ കിടക്കുക. അതില് റെയിൽവേയില് 2,93,000 ഒഴിവുകളാണ്. പറഞ്ഞാൽ 3 ലക്ഷത്തോളം, പിന്നെ 7,000 കൂടി ചേർന്നാൽ 3 ലക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും അഗ്നിവീർ എന്ന പേരിട്ടുകൊണ്ട് സൈന്യത്തിലേക്ക് കരാർ നിയമനം നടത്തുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. കോടിക്കണക്കിന്
യുവാക്കളുടെ പ്രതീക്ഷയാണ് ഇതോടെ അസ്തമിക്കുന്ന നിലയുണ്ടായി. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം എടുത്ത് പരിശോധിച്ചാൽ ഒരു വശത്ത് കേന്ദ്ര പൊതുമേഖലാ സംരംഭങ്ങളിലെ തൊഴിലവസരങ്ങൾ കുറയുന്നു, മറുവശത്ത് കരാർ തൊഴിലുകൾ വർദ്ധിച്ചു വരുന്നു. പൊതുമേഖലാ സംരംഭങ്ങളിലെ തൊഴിലാളികളുടെ മൊത്തം എണ്ണം 2013 മാർച്ചില് 17,30,000 അത് 2022 മാർച്ച് ആയപ്പോ 14,60,000 ചുരുങ്ങി. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പൊതുമേഖലയിലെ 2,70,000 തൊഴിലവസരങ്ങൾ കുറഞ്ഞുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അതേസമയം കരാർ തൊഴിലുകളുടെ എണ്ണം 2013 19%, 2022 42.5% വർദ്ധിച്ചു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടേണ്ട മൊത്തം ഒഴിവുകൾ 2014 80,650 2023 അത് 36,348 കുത്തനെ ഇടിഞ്ഞു. ഇതേ സംവിധാനത്തിൽ തന്നെ റിക്രൂട്ട് ചെയ്യപ്പെടേണ്ട ഗ്രാജുവേറ്റ് തലത്തിലുള്ള ഒഴിവുകൾ 15,548 അത് 8,440 കുറഞ്ഞു. അർദ്ധ സൈനിക വിഭാഗത്തിലെ സെക്കൻഡറി തല ഒഴിവുകൾ 2014 62,390, 2023 26,146. എല്ലാം ഇടിയാണ്. UPSC നടത്തുന്ന പരീക്ഷകൾ പ്രകാരമുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഇതേ കാലഘട്ടത്തിൽ 1,873 നിന്ന് 1,446 കുറഞ്ഞു. ഇപ്പൊ സിവിൽ സർവീസ് ഒഴിവുകൾ 1,360 നിന്ന് 1,105. പ്രതിരോധ സേനയിലെ ഒഴിവുകൾ 509 341 കുറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെ ജീവനക്കാരുടെ എണ്ണം 2014 8,44,445, 2023 7,56,644 കുറഞ്ഞു. അപ്പോ രാജ്യത്തെ തൊഴിൽ മേഖല എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ദേശീയ സാഹചര്യം. ഇപ്പോ നാം കാണേണ്ട ഒരു കാര്യം, നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കുന്ന പാർട്ടികളാണ് BJPയും കോൺഗ്രസും. BJP തീവ്രമായി നടപ്പാക്കുന്നു, അവരാണ് അധികാരത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് ആണ് നേരത്തെ തുടക്കം കുറിച്ചത്. ഈ നവ ഉദാരവൽക്കരണ നയം അതിന്റെ എല്ലാ കെടുതിയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായി പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ പോലും ആ നയത്തിൽ നിന്ന് മാറ്റമുണ്ടോ? നമ്മൾ ഓർക്കേണ്ടത് 2016 മുതൽ LDF ഗവൺമെന്റ് ആണല്ലോ ഇവിടെയുള്ളത്. 2016 മുൻപ് തൊട്ട് മുൻപുണ്ടായിരുന്നത് ഇവിടെ UDF ഗവൺമെന്റ് ആയിരുന്നല്ലോ. ആ UDF ഗവൺമെന്റ് 2011 മുതൽ 2016 വരെ അവർ നടപ്പാക്കിയ നയം എന്തായിരുന്നു? ഇതേ നവ ഉദാരവൽക്കരണ നയമായിരുന്നു. കേന്ദ്രത്തില് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആദ്യം, ആ ഗവൺമെന്റ് കാര്യം, ആ ഗവൺമെന്റ് നവ ഉദാരവൽക്കരണ നയം. പിന്നാലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അധികാരത്തിൽ, ആ ഗവൺമെന്റ് നവ ഉദാരവൽക്കരണ നയം. കേരളത്തില് അധികാരത്തിലുള്ള UDF സർക്കാർ 2011 മുതൽ 2016 വരെ അതേ നയം, നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കി. ആ കാലത്ത് കേരളത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ആ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു.
ഇവരെല്ലാം ഒരേ നയക്കാരായിരുന്നു. BJPക്കും കോൺഗ്രസിനും ഒരേ നയമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാനത്തിനും ഒരേ നയമായിരുന്നു. അതിന്റെ ഭാഗമായാണ് വിവരണാതീതമായ ദുരിതങ്ങൾ കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ഓർമ്മയില്ലേ ആ കാലം? കേരളത്തിലെ ജനങ്ങള് ശപിച്ചു കഴിഞ്ഞൊരു കാലമായിരുന്നില്ലേ? അതിന് മാറ്റം വന്നല്ലോ. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ ആ ശപിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങൾ നല്ല പ്രത്യാശയിലായല്ലോ. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയവര് ഇവിടെ പലതും നടക്കുന്നുവെന്ന് അനുഭവത്തിലൂടെ കണ്ടല്ലോ. എങ്ങനെയാണത് വന്നത്? പേരുകളുടെ വ്യത്യാസമല്ല, UDF LDF എന്ന പേരിന്റെ വ്യത്യാസമല്ല, നയമാണ് പ്രശ്നം. LDF ഒരു നയമുണ്ട്, ആ നയമാണ് ഇവിടെ നടപ്പാക്കിയത്. ആ നയം നവ ഉദാരവൽക്കരണ നയമല്ല, അതാണ് LDF നടപ്പാക്കുന്ന ബദൽ നയം. ഇടതുപക്ഷം രാജ്യത്താകിയ ബദൽ ആ നയത്തിനെതിരെയാണ് നിൽക്കുന്നത്, നവ ഉദാരവൽക്കരണ നയത്തിനെതിരെയാണ് നിലകൊണ്ടത്. അതിന്റെ ഭാഗമായുള്ള ബദൽ നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതിലൂടെയാണ് ഇവിടെ മാറ്റം വന്നത്. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങള് രാജ്യത്താകെ തകർക്കുന്ന നിലപാടെടുത്തപ്പോ കേരളം സ്വീകരിച്ച വഴി എന്താ? അവര് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ കാലത്തും BJPയുടെ കാലത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ കാലം. അപ്പോ ഇവിടെ കേരളം ആവശ്യപ്പെട്ടത് ഈ സ്ഥാപനങ്ങൾ നമ്മളെ ഏൽപ്പിക്കണം എന്നാണ്. നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളെ സുഖമായി നടത്താം. അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടില്ലേ കേരളത്തിൽ? ഞാൻ ആ ഉദാഹരണങ്ങളിലേക്ക് ഇപ്പൊ കിടക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? നമുക്കൊരു ബദൽ നയമുള്ളതുകൊണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുവിൽ കരുത്താർജിച്ചു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അപ്പോ ബദൽ നയത്തിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ ബദൽ നയത്തിന്റെ ഭാഗമായി ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്താകെയുള്ള സർക്കാരുകളിൽ എടുത്തു നോക്കുക. കുറെ സർക്കാരുകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കേന്ദ്രത്തിൽ BJPയുടെ ഗവൺമെന്റ്, ചില സംസ്ഥാനങ്ങളിൽ BJPയുടെ ഗവൺമെന്റ്, വലിയ തോതിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ഇവർക്ക് ഈ നയത്തിൽ വ്യത്യസ്തതയുണ്ടോ? ഇപ്പോഴും ഇതേ നയമല്ലേ, നവ ഉദാരവൽക്കരണ നയമല്ലേ രണ്ടു കൂട്ടം നടപ്പാക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ? അതേ നയമല്ലേ നടപ്പാക്കപ്പെടുന്നത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനം ഇവിടെ നമ്മളൊരു പ്രഖ്യാപനം നടത്തി. ഈ അസമത്വം വല്ലാതെ വർദ്ധിക്കുന്ന അവസ്ഥ കുറച്ചു കൊണ്ടുവരുന്നതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ കാലത്തും ഇടതുപക്ഷം അതിനാണല്ലോ നിലകൊണ്ടത്. അതിലൊരു വിഭാഗം അതിദരിദ്രരായി നമ്മുടെ രാജ്യത്തുണ്ട്. ദാരിദ്ര്യത്തിന്റെ പട്ടിക രാജ്യങ്ങളെ വെച്ച് കണക്കാക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യ 105ാം സ്ഥാനത്താണ്. പിന്നെ അത് കഴിഞ്ഞാൽ വളരെ കുറച്ചല്ലേ രാജ്യങ്ങളുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മളെ പറയുന്നില്ല. എല്ലാവരും നമ്മുടെ നിന്ന് വളരെ നേരിയാണ്. അത്ര ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം കിടക്കുന്നത്. ഈ അതിദരിദ്ര അവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് 64,006 കുടുംബങ്ങളാണ്. അതായത് 0.7% കണക്കാക്കിയത്. 1% താഴെയാണ്. പക്ഷെ നമ്മളത് അവഗണിക്കുകയല്ല ചെയ്തത്. ആ വിഭാഗത്തെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാൻ പറ്റും? ഇതാണ് നമ്മൾ ആലോചിച്ചത്.
ഒറ്റയടിക്ക് കഴിയില്ല. അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. നമ്മളൊരു 3 വർഷക്കാലം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെയെല്ലാം അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായുള്ള നടപടികൾ തുടങ്ങി. ഇപ്പൊ 3ാമത്തെ വർഷമാണ്. ഈ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 3 വർഷം മുൻപ് പ്രഖ്യാപിച്ചു 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോ അതിലേക്കുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഫലപ്രദമായ നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. നമുക്ക് 2025 നവംബർ 1 വരെ കാത്തു നിൽക്കാം. അപ്പോ പൂർണ്ണമായി പ്രഖ്യാപനം നടത്താനാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഇത്തരമൊരു പരിപാടി എടുത്തിട്ടുണ്ടോ? ഈ അതിദരിദ്ര വിഭാഗത്തെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു പരിപാടി ഏതെങ്കിലും സംസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇതേവരെയില്ല. എന്താ? അവിടെയാണ് നയം കിടക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായി ഇതൊരു വലിയ പ്രശ്നമല്ല. നവോത്ഥാനവർക്കുള്ള നയത്തിന്റെ അനന്തര ഫലമാണിത്. അപ്പൊ ഇവിടെയാണ് ബദൽ നയത്തിന്റെ പ്രസക്തി നിലകൊള്ളുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇപ്പൊ കടന്നു പോകുന്നില്ല. നമ്മുടെ ഇത്തരം നയങ്ങൾ നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തെയും സംസ്ഥാനത്തിലെ ജനങ്ങളെയും എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നാം നോക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ ബോധപൂർവം ശിക്ഷിക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇപ്പൊ പോകുന്നില്ല. ഇപ്പോ നാടിന്റെ മുന്നിൽ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഒരു പ്രശ്നം, അതാണ് നാം നേരിട്ട രാജ്യത്തെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അത് വലിയ ദുരന്തമായി പൊതുവെ കണക്കാക്കുകയാണ്. പക്ഷേ ആ ദുരന്തത്തിന് സംഭവിച്ചതെന്താ? അത് മറ്റൊരു ദുരന്തമല്ലേ? ദുരന്തം, പ്രകൃതി ദുരന്തം എവിടെയും സംഭവിക്കാം, പല രൂപത്തിൽ. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇപ്പോ ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര, അല്ല തമിഴ്നാട്. ഈ ഉണ്ടാവും. ഈ സംസ്ഥാനങ്ങൾ എല്ലാം കൂടി ഒരു പട്ടികയിൽ എടുത്തു വെക്കി. കേരളവും കൂടി ആ പട്ടികയിൽ കൊടുക്കും. ഞാനീ പറഞ്ഞ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൽ ചിലത് കേരളത്തിന്റെ അത്രയൊന്നും ദുരിതം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര സഹായം ലഭിച്ചു. ഒരു കണക്കിനും കാത്തുനിന്നില്ല. ദുരന്തമുണ്ടായ ഉടനെ സഹായം നൽകി. ഇതെല്ലാം കണക്ക് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമാണല്ലോ. സഹായം നൽകി. നമുക്ക് മാത്രം സഹായമില്ല. എന്താണ്? നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സംസ്ഥാനവും പെടില്ലേ? ഈ രാജ്യത്തിന്റെ പണം ദുരന്ത മേഖലയിൽ ചെലവഴിക്കുമ്പോൾ അത് കേരളത്തിന് അർഹതപ്പെട്ടതല്ല എന്ന നിലപാട് സ്വീകരിക്കാമോ? നിർഭാഗ്യവശാൽ അതാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്? ഇവിടെ നാം മറ്റൊന്ന് ചിന്തിക്കണം. നമുക്കിങ്ങനൊരു അവസ്ഥ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് അത്തരം ഒരു അവസ്ഥ ഇല്ലാത്തത്? അങ്ങനെ ഒരു ദുരന്തം
കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ദുരന്തം അവർക്ക് നേരിടേണ്ടി വരാത്തത് എന്തുകൊണ്ടാണ്? അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ആ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിലപ്പോ ചിലയിടത്ത് BJP ആകാം, ചിലയിടത്ത് BJPയുടെ അല്ലാത്ത ഗവൺമെന്റ് ആകാം. അവിടെയെല്ലാമുള്ള പ്രതിപക്ഷവുമുണ്ട്. ഇവരെല്ലാം നാടിന്റെ പ്രശ്നങ്ങളിൽ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ BJP കേന്ദ്ര ഭരണകക്ഷിയാണല്ലോ. ഈ കേന്ദ്ര ഭരണകക്ഷിയായ BJP കേരളത്തിന്റെ താല്പര്യത്തോടൊപ്പം എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിന്നിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കുന്ന മനോഭാവം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന നിലപാടല്ലേ കേരളത്തിലെ BJP സ്വീകരിച്ചിട്ടുള്ളത്? അതിന് ന്യായങ്ങൾ കണ്ടെത്താൻ പാടുപെടില്ലേ അവർ ചെയ്തിട്ടുള്ളത്? ന്യായമൊന്നും ആർക്കും ബോധ്യപ്പെടുന്നില്ലെങ്കിലും അവര് സ്വീകരിച്ച നിലപാട് കേന്ദ്ര ഗവൺമെന്റിന് അതേ നിലപാട് തുടരാൻ കരുത്തു പകരുന്നതാണല്ലോ. എന്നാൽ ഈ പട്ടിക ആകെ എടുത്തു നോക്കൂ. രാജ്യത്ത് നടന്ന ദുരന്തങ്ങൾ, കേന്ദ്രം നൽകിയ സഹായം, ആ പട്ടികയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിലുള്ള BJP മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള BJPയും നാടിന്റെ ആവശ്യത്തോടൊപ്പം നിന്നിട്ടുണ്ട്. ഇനി കോൺഗ്രസ് ആണല്ലോ എല്ലാ രംഗങ്ങളിലും ഉള്ളൊരു പാർട്ടി. അതുകൊണ്ടാണ് കോൺഗ്രസ് ഞാൻ പറഞ്ഞത്, UDF എന്ന് പറയാത്തത്. കോൺഗ്രസിന് ഈ ലോക്സഭയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ കാണാതിരിക്കരുത്. UDFന് തന്നെ പൊതുവിൽ മാറ്റമുണ്ട്. ഇപ്പോ നമ്മുടെ നാടിന്റെ ദുരന്തത്തിൽ വന്നിട്ടുള്ള കേന്ദ്ര സഹായം ലഭിക്കായ്മയില് കേരളത്തിലുള്ള MP-മാരാകെ കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം നൽകാൻ തയ്യാറായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. അത് നല്ല നടപടിയാണ്. കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന നടപടിയാണ്. ഇപ്രാവശ്യം ആ ഒരു മാറ്റം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളില് നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് ഉയർത്താൻ തയ്യാറാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലല്ലേ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ നാടിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാവട്ടെ. എന്താണ് അതിന് തടസ്സം? എന്തൊരു കേരളത്തെ ശിക്ഷിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു? ഇത് നാം ഗൗരവമായി കാണേണ്ടതാണ്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഈ 10 വർഷമായി ഈ കേരളത്തോട് സ്വീകരിച്ച സമീപനം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ 10 വർഷത്തിൽ 8.5 വർഷമായി LDF ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു പ്രത്യേക പഴപോക്കൻ നയമല്ലേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തില് BJPക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നതിന്റെ മേലെ കേരളത്തെ ശിക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ രാജ്യത്തിന്റെ അധികാരം BJP ഉപയോഗിക്കാൻ പാടുണ്ടോ? എല്ലാവർക്കും തുല്യ രീതി കേന്ദ്ര ഗവൺമെന്റ് ലഭ്യമാക്കണ്ടേ? ഈ 10 വർഷക്കാലത്തെ തിക്തമായ അനുഭവമല്ലേ ഉള്ളത്? ഇത് ഗൗരവമായി കാണാൻ നമുക്ക് സാധിക്കണം. നാടാകെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിനൊക്കെ ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇനി സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെടാതെ തന്നെ എന്ത് ചെയ്യും? ഞങ്ങളിത് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ മാറി വയ്ക്കാൻ പറ്റൂ? സംസ്ഥാന സർക്കാരാകുമ്പോൾ വീണ്ടും ആവശ്യം ഉന്നയിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഞങ്ങൾക്ക് അർഹതയുള്ളതാണ്, അത് നൽകണമെന്ന് വീണ്ടും ആവശ്യം ഉന്നയിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ നാടിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിലൂടെ കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കണം.
മറ്റു നേരത്തെ പറഞ്ഞ നയങ്ങൾ തിരുത്തിക്കുന്നതിനും അതത് മേഖലയിലുള്ള കരുത്ത് പ്രകടിപ്പിക്കൽ വളരെ പ്രധാനമാണ്. ഇതിനെല്ലാം സാറ്റോവിന് നല്ല രീതിയിലുള്ള പങ്ക് നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ കടക്കാതെ ഈ രജത ജൂബിലി വേളയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.